ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ആദ്യ പാദത്തിലെ ഗോൾ മഴയ്ക്ക് ശേഷം അലൈൻസ് അരീനയിൽ നടന്ന രണ്ടാം പാദത്തിൽ ബയേണിനെ തളച്ച് PSG ഫൈനലിൽ കടന്നു. 1-1 എന്ന നിലയിൽ സമനിലയിൽ അവസാനിച്ച മത്സരത്തിൽ അഗ്രിഗേറ്റ് സ്കോറിൽ 6-5 പാരീസ് ക്ലബ് വിജയം ഉറപ്പിച്ചത്. ഇനി ബുഡാപെസ്റ്റിൽ PSG-യും ആഴ്സണലും തമ്മിലുള്ള മഹാപോരാട്ടം. ആദ്യ പാദത്തിലെ 5-4 ലീഡുമായി ഇറങ്ങിയ PSG-ക്ക് മത്സരത്തിന്റെ 3-ാം മിനിറ്റിൽ തന്നെ ഉസ്മാൻ ഡെമ്പലെ സ്വപ്നതുല്യമായ തുടക്കം നൽകി. കീച്ച കാരസ്കേരിയുടെ മനോഹരമായ പാസിൽ നിന്നാണ് ഡെമ്പലെ പന്തിനെ വലയിലെത്തിച്ചത്. ഇതോടെ അഗ്രഗേറ്റ് ലീഡ് 6-4 ഉയർത്തി PSG ബയേണിനെ പ്രതിരോധത്തിലാക്കി. തിരിച്ചുപിടിക്കാൻ 2 ഗോളുകൾ വേണ്ടിയിരുന്ന ബയേൺ നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. എന്നാൽ PSG ഗോൾ കീപ്പർ സഫനോവ് വിസ്മയകരമായ സേവുകളിലൂടെ ബയേണിന് വിലങ്ങുതടിയായി. മുസിയാലയുടെയും ഒലീസയുടെയും ഗോളം നിറച്ച ഷോട്ടുകൾ സഫനോവ് തടഞ്ഞിട്ടു. PSG പ്രതിരോധത്തിന് കെട്ടുറപ്പ് ബയേണിന്റെ ഓരോ നീക്കത്തെയും നിഷ്ഫലമാക്കി. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഹാരി കെയ്ൻ ബയേണിനായി സമനില ഗോൾ നേടി. ഈ സീസണിലെ കെയ്ൻ്റെ 55-ാം ഗോളായിരുന്നു ഇത്. ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായ 7-ാം മത്സരത്തിലാണ് കെയ്ൻ വലകുലുക്കുന്നത്. എന്നാൽ കളി കൈവിട്ടു പോയ നിമിഷത്തിൽ പിറന്ന ഈ ഗോളിന് ബയേണിനെ രക്ഷിക്കാനായില്ല. ഇതോടെ ബയേണിന്റെ ട്രിപ്പിൾ സ്വപ്നങ്ങൾ അവസാനിച്ചു. തുടർച്ചയായ 2-ാം തവണയും ഫൈനലിലെത്തിയത് വലിയ നേട്ടമാണെന്ന് PSG പരിശീലകൻ ലൂയിസ് എൻറിക്കെ പറഞ്ഞു. കഴിഞ്ഞ തവണ ഇന്റർ മിലാനെ തോൽപ്പിച്ചാണ് PSG കിരീടം നേടിയത്. ഇത്തവണ ലക്ഷ്യം ആഴ്സണലാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.